ഇല്ലില്ല വരൂ സർ. കട തുറന്ന് വെച്ചിട്ടാണോ പെയിന്റ് അടിക്കുന്നത്? സോറി, ഞാൻ കണ്ടില്ല സാർ. വീട്ടി എവിടെ നോക്കിട്ടാണോ പെയിന്റ് അടിക്കുന്നത്? സോറി സാർ, സോറി മാഡം. വൈറ്റ് വാഷാണ്, ഒരു കുഴപ്പമില്ല, കഴുകിയാ പോവും. ആള് വരുന്നത് കണ്ടു ബ്രോ. അവിടെ എന്ത് കണ്ടില്ലെന്ന് സാർ? ടിന്നർ. എന്താ പറഞ്ഞേ? മുടിയില്ലാങ്ങനെ ഭാഗ്യം. എന്താല്ലേ കടയൊക്കെ തുറന്നിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ. സോറി കേട്ടോ. ഏയ് കുഴപ്പമില്ല സാർ. ഇവിടുത്തെ മസാല ചായ കുടിച്ചിട്ടുണ്ടോ? ചായം കാപ്പി കുടിക്കില്ല, പാല് മാത്രം. എന്നാ ഒരു പാല് പറയട്ടെ? ഇല്ലില്ല, ഞാൻ കുടിച്ചിട്ടാ വന്നത്. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്. പറഞ്ഞോളൂ. പക്ഷേ ഈ സിറ്റുവേഷൻ അതിന് ശരിയാവില്ല. ഞാൻ അടുത്ത തവണ കാണുമ്പോൾ പറയാം. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഇല്ല, ഞാൻ അടുത്ത തവണ കാണുമ്പോൾ എന്തായാലും പറയാം. എന്നാ ഞാനിപ്പോൾ പോട്ടെ. ഓ, വൈകിട്ട് വിളിക്കാം. ഓ. വിളിച്ചിട്ട് കാണുമെന്ന് പറയുന്നു, മസാല ചായ വാങ്ങിത്തരുന്നു. അന്ന് ബസ്സിൽ നിന്ന് നിങ്ങൾ അവർ നോട്ട് ചെയ്തിരുന്നു. എന്തായാലും മാഷ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പിന്നെ മാഷേ, അവളിപ്പൊന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് അധികമായിട്ട് കടന്നു ചിന്തിക്കാനില്ല. അത് ശരിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു മസാല ചായ കുടിക്കാൻ പൂതി വന്നാലേ നിങ്ങൾ വേണം അങ്ങോട്ട് വിളിച്ചോ. നല്ല മതത്തിൽ തന്നെ ആയിക്കോട്ടെ, തീരെ കുറയ്ക്കണ്ട. ഓക്കെ? ശരി റഹീമ, ഞാൻ വിളിക്കാം. ശരി എന്നാല്. ആ. ചേട്ടാ, ഒരു ഹാഫ് മസാല ചായ. ഹാഫിന്റെ പരിപാടി ഒന്നും ഇല്ല മാഷേ, ഹാഫിന്റെ പൈസ തന്നാ മതി.
വെള്ളിയാഴ്ച സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. സഫിയ വരൂ, കാണാം. എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈമായി. ശരി കേട്ടാ, താങ്ക് യു. സഫിയ, ഈ സാറെ വിളിക്കുന്ന ഒഴിവാക്കിക്കൂടെ? താങ്ക് യു മാഷേ. ഫ്രീ ആയോ മാഷേ? ഞാൻ പുറത്തുണ്ട്. സോറി. ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയ നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച്. സഫിയ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, കുറച്ച് നേരമായിട്ടുള്ളൂ. ഇവിടെ അടുത്തേ സ്പെഷ്യൽ ജ്യൂസ് കിട്ടുന്നൊരു കടയുണ്ട്. സാറ് ചീരാമുളക് സർപ്പത്ത് കുടിച്ചിട്ടുണ്ടാ? എന്നാ വാ, കുഴപ്പം. പക്ഷെ പൈസ ഞാൻ കൊടുക്കും. അതിനിപ്പോ എന്താ? ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ഓട്ടോ വിളിക്കാം, എന്നിട്ട് ഞാൻ സഫിയനെ ഫോളോ ചെയ്താൽ മതിയല്ലോ. ഓട്ടോ തന്നെ വിളിക്കണ്ട, സാറ് കയറ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം, അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് കയറിക്കോളാം. ഇവിടെ ഇരിക്കല്ലേ? ഓ, മീറ്റിംഗ് കഴിഞ്ഞിരുന്നാ? ഇല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് അനുവാദം ചോദിച്ചിട്ടിറങ്ങി. അയ്യോ, അപ്പൊ ബുദ്ധിമുട്ടായല്ലേ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? സഫിയ ശരിക്കും പഠിക്കുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ, എന്താണ് ചെയ്യുന്നത്? ശരിക്കും അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആണല്ലേ? അന്നാണെങ്കിൽ ആകപ്പാടെ ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ എന്തൊരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠനം തുടരണം. നിങ്ങൾ PG ചെയ്ത കുട്ടിയല്ലേ, PhD അപ്ലൈ ചെയ്യൂ. PhD അപ്ലൈ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വായിക്കേണ്ടി വരും. ഒരുപാട് വായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം PhD അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കണ്ടതിൽ സന്തോഷം. നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ? കഴിഞ്ഞു. കഴിഞ്ഞോ? ശരി.